പൂർണ്ണമായി മാർക്സിസ്റ്റ് പാർട്ടി സംഘപരിവാറിൻ്റെ കേരളത്തിൻ്റെ ഒരു ബി ടീമായി മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സജി ചെറിയാൻ്റെ പ്രസ്താവനയും അതുപോലെ തന്നെ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ മൗനവും. ഞങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊരു കാരണം കൊണ്ടുമല്ല. അദ്ദേഹത്തിൻ്റെ മലപ്പുറം പരാമർശവും ഒരു സമുദായത്തിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയാണ് ഞങ്ങൾ വിമർശിച്ചത്. അതൊരിക്കലും ആ സമുദായത്തിനോടുള്ള വിമർശനമല്ല. അല്ല, അതിപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അല്ല, സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പരിപൂർണമായി സംഘപരിവാർ അജണ്ടയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. 2 ജില്ലകൾ ചൂണ്ടിക്കാണിച്ച് ആ ജില്ലയിൽ നിന്ന് ജയിച്ചു വന്നവരുടെ പേര് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അത് പച്ചയ്ക്ക് വർഗീയതയല്ലേ? അങ്ങനെ വർഗീയത BJPക്കാർക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പേര് പറഞ്ഞിട്ടുള്ള വർഗീയത. അത് മാത്രമല്ല, മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഐഷ പോറ്റി കോൺഗ്രസ്സിലേക്ക് ചേർന്നപ്പോൾ അന്ന് ഉച്ച മുതൽ CPM നേതാക്കന്മാർ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. MA ബേബി പ്രതികരിച്ചു, ഗോവിന്ദമാഷ് പ്രതികരിച്ചു. ആ ഐഷ പോറ്റിയോടൊപ്പം 15 കൊല്ലം CPMൻ്റെ MLA ആയിരുന്ന രാജേന്ദ്രൻ BJPയിലേക്ക് പോയപ്പോൾ ഒരക്ഷരാരും മിണ്ടിയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, പൂർണ്ണമായി മാർക്സിസ്റ്റ് പാർട്ടി സംഘപരിവാറിൻ്റെ കേരളത്തിൻ്റെ ഒരു ബി ടീമായി മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സജി ചെറിയാൻ്റെ പ്രസ്താവനയും അതുപോലെ തന്നെ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ മൗനവും. എന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തിനോട് മാത്രമാണ് ഞങ്ങൾക്ക് വിയോജിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാം. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഞങ്ങളെ നേതാക്കന്മാരെ ആര് വിമർശിച്ചാലും, ED സതീശനെ വിമർശിച്ചാലും, രമേശ് ചെന്നിത്തലയെ വിമർശിച്ചാലും, സണ്ണി ജോസഫിനെ വിമർശിച്ചാലും ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. എങ്ങനെ? അല്ല, അത് നല്ല കാര്യമാണെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. പക്ഷെ അതുകൊണ്ട് അത് ഞങ്ങൾക്കെതിരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എങ്ങനെ? അത് രാഷ്ട്രീയമായിട്ട് അതിനെ കൂട്ടിക്കുറയ്ക്കണം. ഇതിലെ ഒരു സുപ്രഭാതത്തില് SNDP NSS ജനറൽ സെക്രട്ടറിമാർ ഒന്നിച്ച് രംഗത്ത് വരുന്നത് യാദൃശ്യമാണോ? അല്ല, അത് മുമ്പും വന്നിട്ടുണ്ടല്ലോ. അതായിക്കോട്ടെ. ഏതായാലും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കാര്യങ്ങൾ ആ സമുദായ നേതാക്കന്മാർ പറഞ്ഞോളൂ.